നമസ്കാരം. ഇന്ന് ജൂൺ 24 തിങ്കൾ, മിഥുനം 10. വയനാട് കേണിച്ചിറയിൽ ഭീതി പരത്തിയ കടുവ ഇന്നലെ കൂട്ടിലായിരുന്നു. ആ വാർത്ത കേട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടന്നത്. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒട്ടേറെ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാട് കേണിച്ചിറയിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിലായി. കുടുങ്ങിയത് പുരയിടത്തിൽ സ്ഥാപിച്ച കൂട്ടിൽ. കടുവയെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സൂചന. വയനാട് സൗത്ത് DFO ആയി അജിത് K. രാമൻ ഇന്ന് ചുമതലയേൽക്കും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്നും നാളെയുമായി സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവ പ്രധാന അജണ്ട. മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയവും ഇന്ന് നിയമസഭയിൽ. സീറ്റ് പ്രതിസന്ധിയിലെ പ്രതിഷേധങ്ങൾക്കിടെ സംസ്ഥാനത്ത് +1 ക്ലാസുകൾക്ക് ഇന്ന് തുടക്കം. 3.25 ലക്ഷം വിദ്യാർത്ഥികൾ ക്ലാസുകളിലെത്തും. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയ്ക്കൊരുങ്ങി സർക്കാർ. നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ CBIയുടെ പ്രത്യേക സംഘം ഇന്ന് പട്നയിലെത്തി കേസ് ഏറ്റെടുക്കും. സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നിലവിലെ കേസ് റിപ്പോർട്ട് CBIക്ക് കൈമാറും. ഒളിവിൽ പോയ മുഖ്യപ്രതി സഞ്ജീവ് മുഖേയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ നീക്കം. കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് 57 പേർക്ക്. തമിഴ്നാട് നിയമസഭാ പ്രത്യേക സമ്മേളനം തുടരും. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കും. ഹർജി താൽക്കാലികമായി ജാമ്യം തടഞ്ഞ ഹൈക്കോടതി നടപടിക്കെതിരെ ഹർജി ഇന്ന് തന്നെ അടിയന്തരമായി കേൾക്കണമെന്ന് ആവശ്യപ്പെടും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരും. 2020 ലോകകപ്പിൽ സെമി ഉറപ്പിക്കാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളികൾ ഓസ്ട്രേലിയ. മത്സരം രാത്രി 8-ന് സെന്റ് ലൂസിയയിൽ. സെമി പ്രതീക്ഷ നിലനിർത്താൻ ഓസീസിനും ജയമനിവാര്യം. യൂറോ കപ്പ് ഫുട്ബോളിൽ ഇന്ന് സൂപ്പർ പോര്. പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ഇറ്റലിയും ക്രൊയേഷ്യയും നേർക്കുനേർ. സ്പെയിൻ അൽബേനിയ മത്സരം പുലർച്ചെ 12:30. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ. ധീര ജവാന്റെ വേർപാടിൽ അനുശോചിച്ച് കേരളം. കൊച്ചി പനങ്ങാട് സ്വകാര്യ ബസ് മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഇന്ന് പൂർത്തിയാകും. അപകട കാരണം ബസിന്റെ അമിത വേഗം. ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്ത് പോലീസ്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കാലവർഷം കണക്കിലെടുത്ത് കൊച്ചി കോർപ്പറേഷൻ ചെയ്ത പ്രവർത്തനങ്ങൾ കോടതി പരിശോധിക്കും. മിൽമയിലെ ശമ്പള പരിഷ്കരണത്തിൽ യൂണിയൻ ഭാരവാഹികളുമായി ലേബർ കമ്മീഷണർ ഇന്ന് ചർച്ച നടത്തും. ചർച്ച പരാജയപ്പെട്ടാൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കടക്കാൻ തൊഴിലാളി സംഘടനകൾ. സംസ്ഥാനത്ത് വാഹന പരിശോധന കർശനമാക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഇന്നു മുതൽ വാഹനങ്ങളിലെ അനധികൃത രൂപമാറ്റത്തിന് പൂട്ടുവീഴും. വാഹനങ്ങളിൽ അധികമായി LED ലൈറ്റ് ഘടിപ്പിക്കുന്നതിനും പിഴ ഈടാക്കും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അറസ്റ്റിൽ. ഗോപു നെയ്യാറിനെ പോലീസ് പിടികൂടിയത് വീട് വളഞ്ഞ്. അറസ്റ്റ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസിൽ. കോഴിക്കോട് പുതുപ്പാടിയിൽ മകന്റെ വെട്ടേറ്റ് അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. വെട്ടേറ്റ ജാനകിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മകൻ ബാബു കൊടുവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ. കൊല്ലം കാവനാട് മാർക്കറ്റിൽ മലിനജലം ഒഴുക്കിവിടുന്നുവെന്ന് പരാതി. പ്രദേശത്ത് ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷം. മാർക്കറ്റ് ശുചീകരിക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കും. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതോടെ കരാറുകാരന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ പണി തുടങ്ങും.
കോട്ടയം മെഡിക്കൽ കോളേജിലെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് ഷെൽട്ടർ നിർമ്മിക്കും. ഷെൽട്ടർ സ്ഥാപിക്കുക മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ. തീരുമാനം മന്ത്രി VN വാസവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ. ഷെൽട്ടർ നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്തി. പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് കാണാനാകാത്ത വിധം മറച്ചുവെച്ച് യാത്ര ചെയ്ത യുവാവ് പിടിയിൽ. മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത് ഇടുക്കി സ്വദേശി സൽമാൻ ഫാരിസിനെ 11,500 രൂപ പിഴ ഈടാക്കി. അപകട ഭീഷണി ഉയർത്തി കൊല്ലം താലൂക്ക് കച്ചേരി ആശ്രാമം ലിങ്ക് റോഡിലെ കുഴികൾ. യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി എടുത്ത കുഴികൾ. റോഡിലൂടെയുള്ള ഗതാഗതം ദുസ്സഹമെന്ന് നാട്ടുകാർ. വള്ളിശ്ശേരി SNDP ശാഖയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു. അമിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരീസി നരേന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. SNDP ശാഖാ പ്രസിഡന്റ് PD സുരേഷ് ബാബു അധ്യക്ഷനായി. ആലപ്പുഴയിലെ നീരേറ്റുപുറം പാലത്തിന് സമാന്തരമായി നടപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. വീതി കുറഞ്ഞ പാലത്തിൽ അപകടങ്ങൾ പതിവായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ. പാലക്കാട് മുതലമട ചപ്പക്കാട് മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഒറ്റയാനെത്തുന്നത് വൈദ്യുതി വേലി മറികടന്ന്. ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. പത്തനംതിട്ട പയ്യനാമൺ കുപ്പക്കര വട്ടമൺ റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. റോഡിന്റെ പകുതി ഭാഗത്തുകൂടി തോടുപോലെ വെള്ളമൊഴുകാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ചെളിയും മാലിന്യവും നിറഞ്ഞ് പത്തനംതിട്ട കോന്നി പ്ലാച്ചേരി റോഡ്. ശോചനീയാവസ്ഥ. ആസൂത്രണത്തിലെ പാളിച്ചയെ തുടർന്ന് ആക്ഷേപം. മഴവെള്ളം ഓടകളിലേക്ക് ഒഴുക്കിവിടാൻ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം. കൊയിലാണ്ടിയിൽ വെളിച്ചത്തിന്റെ പൊരുൾ തേടി എന്ന പ്രമേയത്തിൽ ക്യൂകൗണ്ട് ഖുറാൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. 3ാം എഡിഷൻ ഇന്ത്യൻ ഗ്രാഫ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ചു. ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 4 വരെ നീണ്ടു നിൽക്കുന്ന ഖുറാൻ ഫെസ്റ്റിവലിൽ 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഇടുക്കി രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ദയനീയാവസ്ഥ തുടർക്കഥയാകുന്നു. ആശുപത്രിയിൽ സ്ഥിര നിയമനത്തിലുള്ളത് ഒരു സ്റ്റാഫ് നഴ്സും മെഡിക്കൽ ഓഫീസറും മാത്രം. എക്സ്റേ ECG മെഷീനുകൾ പ്രവർത്തനരഹിതം. പത്തനംതിട്ട അങ്ങാടി കൊട്ടനാട് ജലവിതരണ പദ്ധതിയുടെ നിർമ്മാണം പ്രതിസന്ധിയിൽ. പദ്ധതിയെ പ്രതികൂലമായി ബാധിച്ചത് കിണറിന്റെയും പമ്പ് ഹൌസിന്റെയും അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തത്. മാന്നാർ പഞ്ചായത്തിലെ കശാപ്പുശാലകളിൽ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ ചുറ്റുപാടിൽ പ്രവർത്തിക്കുന്ന കശാപ്പുശാലകൾക്കെതിരെ നടപടിയെടുത്ത അധികൃതർ. പരിശോധന നടത്തിയത് പഞ്ചായത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ. കാസർഗോഡ് കോയിത്തട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടേഴ്സിനെ നിയമിക്കുന്നില്ല എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പോർട്ടബിൾ എക്സ്റേ പ്രവർത്തനം ആരംഭിച്ചു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC കുര്യൻ ഉദ്ഘാടനം ചെയ്തു. എക്സ്റേ സംവിധാനം യാഥാർത്ഥ്യമാക്കിയത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ 5 ലക്ഷം രൂപ ഉപയോഗിച്ച്. ഇടുക്കിയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ വരുന്നു. തീരുമാനം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ. ആദ്യഘട്ടത്തിൽ ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുക 11 കേന്ദ്രങ്ങൾ. തിരുവനന്തപുരം നഗരത്തിൽ യാത്രക്കാർക്ക് ഭീഷണിയായി കേബിളുകൾ. റോഡുകളിലും കാൽനടപ്പാതയിലും പൊട്ടിക്കിടക്കുന്ന കേബിളുകൾ ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യം. നടപടി സ്വീകരിക്കേണ്ട കോർപ്പറേഷനും KSEBയും കണ്ണടയ്ക്കുന്നുവെന്ന് ആക്ഷേപം. തിരുവനന്തപുരം കളത്തൂർ, കടക്കൂട്ടം, ശ്രീകാര്യം റോഡ് എന്നിവിടങ്ങളിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. ജൂലൈ 15 വരെ നിയന്ത്രണം തുടരും. നിയന്ത്രണം സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിന്റെ ഭാഗമായി. കൊട്ടാരക്കരയിൽ CPI നിരപ്പിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് S പുരസ്കാരം വിതരണം ചെയ്തു. ഇനി പ്രധാന അറിയിപ്പുകൾ. പേട്ട ഗവൺമെന്റ് ബോയ്സ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സുവോളജി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ആർക്കിടെക്ചർ വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ അംഗീകരിച്ച അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയായ BArch ബിരുദവും ബിരുദാനന്തര ബിരുദവും രജിസ്ട്രേഷനും വേണം. ഈ മാസം 27-ന് ആർക്കിടെക്ചർ വിഭാഗത്തിൽ എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും. പയ്യന്നൂർ, ഇരിട്ടി ബ്ലോക്കുകളിലെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളിൽ വെറ്ററിനറി സർജൻമാരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 27-ന് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും.
കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഹിന്ദി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. ഈ മാസം 29 മുൻപ് ഓൺലൈനായി അപേക്ഷ നൽകണം. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഓഫീസ് അറ്റൻഡന്റ് താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 26-ന്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുമായി ഹാജരാകണം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ സ്കൂൾ ഓഫ് മറൈൻ സയൻസിൽ സീനിയർ റിസർച്ച് ഫെലോയുടെ ഒഴിവുണ്ട്. ഈ മാസം 29-നകം അപേക്ഷ നൽകാം. 2024-26 വർഷത്തെ ദ്വിവത്സര നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ജൂലൈ 1 വൈകിട്ട് 5 വരെ സ്വീകരിക്കും. വെഞ്ഞാറമൂട് കോലിയക്കോട് ഗവൺമെന്റ് UPSൽ ജൂനിയർ ഹിന്ദി അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. ദേശീയ വാർത്തകൾ. കള്ളക്കുറിച്ചി ദുരന്തത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ മൗനം ചോദ്യം ചെയ്ത കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ വിമർശിച്ച് DMK നേതാവ് TKS ഇളങ്കോവൻ. ഗുജറാത്തിലെ ഹൂജ് ദുരന്തത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും മിണ്ടാതിരുന്നത് എന്തുകൊണ്ട്? ഹൂജ് ദുരന്തം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാതിരുന്നതിന്റെ ഉദ്ദേശമെന്തെന്നും ചോദ്യം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. വിദ്യാർത്ഥികൾക്ക് സർക്കാർ നീതി ഉറപ്പാക്കണം. പരീക്ഷാ ക്രമക്കേടിലുണ്ടായ വീഴ്ച സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്നും വിമർശനം. ജമ്മു കശ്മീരിലുള്ള 40ഓളം വിദേശ ഭീകരരെ സുരക്ഷാ സേന തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ സജീവമായി പ്രവർത്തിക്കുന്നത് രജൌരി, പൂഞ്ച്, കത്വ മേഖലകളിൽ. സുരക്ഷ ശക്തമാക്കുന്നതിനായി കൂടുതൽ സൈനികരെ വിന്യസിച്ചു. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകൾ നവീകരിക്കാൻ ഒരുങ്ങി ഉത്തർപ്രദേശ് സർക്കാർ. വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളും സംയോജിപ്പിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉടൻ വികസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ജാർഖണ്ഡ് മുക്തിമോർച്ചയെ കടന്നാക്രമിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ജാർഖണ്ഡ് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ചോദ്യം. JMM സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും വിമർശനം. കൂടുതൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങി ഇന്ത്യ. 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ നീക്കം. ഖത്തറിൽ നിന്നുള്ള വിമാനങ്ങൾ കൂടി വാങ്ങുന്നതോടെ ഇന്ത്യയുടെ കൈവശമുള്ള മിറാഷ് യുദ്ധവിമാനങ്ങളുടെ എണ്ണം 60 ഉയരും. ബീഹാറിലെ മോത്തിഹാരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലം തകർന്നു. അപകടത്തിൽ ആളപായമില്ല. അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ തകരുന്ന 3ാമത്തെ പാലം. രാജസ്ഥാനിൽ മയക്കുമരുന്ന് ദുരുപയോഗത്തിന് എതിരെ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ച് NCB. മയക്കുമരുന്ന് വിമുക്ത ഇന്ത്യയെ വാർത്തെടുക്കുക ലക്ഷ്യം. ഛത്തീസ്ഗഡിലെ സുക്മയിൽ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ പിടികൂടി. വ്യാജ നോട്ടുകൾ കണ്ടെടുത്തത് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ. വ്യാജ നോട്ട് നിർമ്മാണത്തിന് പിന്നിൽ നക്സലുകൾ എന്ന സൂചന. ശ്രീലങ്കൻ കടലിൽ നെടുന്തീവിന് സമീപം മത്സ്യബന്ധനം നടത്തിയതിന് 22 തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. 3 ബോട്ടുകൾ പിടിച്ചെടുത്തതായി രാമേശ്വരം മത്സ്യത്തൊഴിലാളി അസോസിയേഷൻ. ഇൻഡിഗോ വിമാനത്തിൽ വ്യാജ ബോംബ് ഭീഷണി. തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി അറസ്റ്റിൽ. ഭീഷണി മുഴക്കിയത് മുംബൈയിലേക്കുള്ള ഇൻഡിഗോ എയർലൈൻസ് വിമാനത്തെ. അബുദാബിയിലെ ബാബ്സ് ക്ഷേത്രം സന്ദർശിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇന്ത്യക്കും UAEക്കും ഇടയിലുള്ള യഥാർത്ഥ സാംസ്കാരിക പാലമാണ് ക്ഷേത്രമെന്ന് വിദേശകാര്യമന്ത്രി. ഇനി രാജ്യാന്തര വാർത്തകൾ. ഇന്ത്യ ഈജിപ്ത് പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നുവെന്ന് ഈജിപ്തിലെ ഇന്ത്യൻ എംബസി. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത വ്യോമസേനാഭ്യാസം തുടരുന്നു. ബെരിഗഡ് വ്യോമസേനാ താവളം സന്ദർശിച്ച് അംബാസിഡർ അജിത് ഗുപ്തെ. ഗസയിലെ റെഡ് ക്രോസ് ഓഫീസിൽ ഷെല്ലാക്രമണം. 22 പേർ മരിച്ചു. 45 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന പലസ്തീൻ. തെക്കൻ ചൈനയിൽ ശക്തമായ മഴ. ജനസാന്ദ്രത കൂടുതലുള്ള ഗാങ്ഡോങ് പ്രവിശ്യയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 8 മരണം. നിരവധി പേരെ കാണാതായി. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 15 ചൈനീസ് സൈനിക വിമാനങ്ങളും 6 നാവിക കപ്പലുകളും കണ്ടെത്തി. ചൈനയുടെ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ചെങ്കടലിൽ വീണ്ടും ഹൂതികളുടെ ആക്രമണം. ലൈബീരിയൻ വ്യാപാര കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി. ആളപായമില്ല.
ജപ്പാനിലെ ഫുക്കുഷിമയിൽ ഭൂചലനം 4.9 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. മിയാഗി, ഇബറാക്കി, തോച്ചിഗി എന്നീ പ്രവിശ്യകളിലും ഭൂചലനം. ഇന്തോനേഷ്യയിൽ വെള്ളപ്പൊക്കം, 1 മരണം, 2 പേരെ കാണാതായി. ദുരിതബാധിതർക്കായി രക്ഷാപ്രവർത്തനം തുടരുന്നു. 120 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി. ദമാം കിങ് അബ്ദുൾ അസീസ് തുറമുഖത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ചു. വലിയ കപ്പലുകളിൽ നിന്നും വേഗത്തിൽ ചരക്കുമാറ്റം നടത്താൻ സാധിക്കുന്ന ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനം അവതരിപ്പിച്ചു. പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയത് തുറമുഖത്തിന്റെ ആഗോള പദവി ഉയർത്തുന്നതിന്റെ ഭാഗമായി. കോങ്കോ വൈറസ് ഭീതിയിൽ പാകിസ്ഥാൻ. പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തത് കൊച്ചയിൽ. പാകിസ്ഥാനിൽ ഈ വർഷം സ്ഥിരീകരിക്കുന്ന 13ാമത്തെ കേസ്. ജാഗ്രത പാലിക്കണമെന്ന് പാക് ആരോഗ്യ മന്ത്രാലയം. ദക്ഷിണാഫ്രിക്കൻ പാർട്ടികൾ സഖ്യ സർക്കാരിന്റെ രൂപീകരണം പൂർത്തിയാക്കി. EFF-നെ ഒഴിവാക്കി. നിലവിലുള്ള സഖ്യത്തിന്റെ കരാറിന് വിധേയമായി അധിക അംഗങ്ങൾ. ദുബായിലെ സ്മാർട്ട് ട്രാഫിക് സംവിധാനം വ്യാപിപ്പിക്കാൻ സർക്കാർ. 2026 പ്രധാന റോഡുകളിലെല്ലാം സ്മാർട്ട് ട്രാഫിക് സംവിധാനം നടപ്പാക്കും. ഓൺലൈൻ വഴി നിരോധിത മരുന്ന് വിൽപ്പന നടത്തുന്നതിന് എതിരെ കർശന നടപടിയുമായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. അനധികൃത സൈറ്റുകളുടെ ഉടമകളെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. നടപടി സ്വീകരിക്കുക. ആഭ്യന്തര മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച്. ഹണ്ടർ ന്യൂസിലേക്ക് തിരികെ. ഇനി ബിസിനസ് വാർത്തകൾ. ഇന്ത്യയുടെ 4ാമത്തെ വലിയ കയറ്റുമതി വിപണിയായി ബ്രിട്ടൻ. മെയ് മാസത്തിൽ ബ്രിട്ടനിലേക്കുള്ള കയറ്റുമതിയിൽ വൻ വർധന രേഖപ്പെടുത്തി. കണക്കുകൾ പുറത്തുവിട്ട് വാണിജ്യ വകുപ്പ്. IMC ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായി സഞ്ജയ മാരിവാല ചുമതലയേറ്റു. അധികാരമേറ്റത് കാലാവധി പൂർത്തിയാക്കിയ സമീർ സോമയ്യയുടെ പിൻഗാമിയായി. 2030 ഇന്ത്യയുടെ ഇലക്ട്രോണിക് നിർമ്മാണം $500 ബില്യൺ എത്തുമെന്ന് റിപ്പോർട്ട് പുറത്തുവിട്ട് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ. പ്രീമിയം ഗ്ലാസ് ഡോർ റെഫ്രിജറേറ്ററുമായി ഹയർ ഇന്ത്യ ഫിനിക്സ് സീരീസിലെ പുതിയ 2 മോഡലുകൾ അവതരിപ്പിച്ചു. വിദേശ നിക്ഷേപത്തിൽ ലോകത്ത് UAE 2ാമത്. അമേരിക്കയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ നിക്ഷേപം എത്തിയത് UAE-യിൽ. 2023 മാത്രം രേഖപ്പെടുത്തിയത് 35% വർധന. ഇനി കായിക വാർത്തകൾ. യൂറോ കപ്പിൽ ജർമ്മനിക്ക് സമനിലപ്പൂട്ട്. സ്വിറ്റ്സർലൻഡിനോട് സമനില വഴങ്ങി. എ ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനക്കാരായി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ. 3ാം മത്സരത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റിന് തകർപ്പൻ ജയം. 2 വിക്കറ്റെടുത്ത ദീപ്തി ശർമ്മ കളിയിലെത്താൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള ഇന്ത്യൻ താരം ഋഷഭ് പന്തിന്റെ മടങ്ങിവരവിനെ അഭിനന്ദിച്ച് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം സർ വിവിയൻ റിച്ചാർഡ്സ് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെത്തി അഭിനന്ദിച്ചു. യൂറോ കപ്പ് ഫുട്ബോളിൽ ഹംഗറിക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത 1 ഗോളിന് തകർത്തു. ഹംഗറിയുടെ വിജയ ഗോൾ പിറന്നത് 100ാം മിനിറ്റിൽ. എവർട്ടൺ യുവ ഫോർവേഡ് ലൂയിസ് ടോബിനെ ആസ്റ്റൺ വില്ല സ്വന്തമാക്കി. 10 മില്യണിനാണ് താരത്തെ ആസ്റ്റൺ വില്ല സ്വന്തമാക്കിയത്. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. സോളോ ആൽബം പുറത്തിറക്കാൻ ഒരുങ്ങി BTS താരം ജിൻ. സംഘത്തിലെ മറ്റൊരംഗമായ ജിമിൻ പുതിയ ആൽബത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജിൻ പാട്ട് വിശേഷം പങ്കിട്ടത്. നയൻതാരയ്ക്ക് പിന്നാലെ ഷാരൂഖ് ഖാന്റെ നായികയാവാൻ സമാന്തയും. രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഇരുവരും മുഖ്യവേഷത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. ഫാക്ട് ചെക്ക്. ആകാശ് എയർലൈൻസിന്റെ വിമാനത്തിൽ യാത്രക്കാർക്ക് സംസ്കൃതത്തിൽ അറിയിപ്പ് നൽകുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ജീവനക്കാർ സംസ്കൃതത്തിൽ സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചാണ് വ്യാജ പ്രചാരണം. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഡബ്ബ് ചെയ്തതാണ്. വിമാനത്തിനുള്ളിലെ അറിയിപ്പുകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണെന്ന് എയർലൈൻ കമ്പനി അറിയിച്ചു. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ജമ്മുകശ്മീരിൽ സ്ക്രാപ്പ് യാർഡിൽ തീപിടുത്തം. സംഭവം ജമ്മുകശ്മീരിലെ ത്രികൂഡ പ്രദേശത്ത്. ആളപായമില്ല. ഡൽഹിയിലെ മഹിപാൽപൂർ ബൈപ്പാസിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്വേഷണം ആരംഭിച്ചു പോലീസ്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു.
വെനസ്വേലൻ തീരത്ത് ഭൂചലനം 6.2 തീവ്രത രേഖപ്പെടുത്തി, ആളപായമില്ല. റഷ്യയിലെ ഡാഗസ്ഥാനിൽ പള്ളികൾക്ക് നേരെ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ സ്വിറ്റ്സർലൻഡിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിലിൽ 1 മരണം, 2 പേരെ കാണാനില്ല. ന്യൂമെക്സിക്കോയിൽ കാട്ടുതീ, 2 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. ന്യൂസ് പൂർത്തിയാകുന്നു.